ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ഞാൻ അതിനായിട്ട് ഇവിടെ 1 കിലോ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് ഇത്. ഇത് ഒരു പാത്രത്തിന് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്തിട്ട് പിന്നെ കുറച്ച് നറുനെയ്യ് ഒഴിക്കും. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1 സ്പൂൺ പെരിഞ്ചീരകം, 2-3 പട്ട ഞാനിവിടെ നുറുക്കിയെടുത്തേക്കണേണ്, പിന്നെ 3-4 കരയാമ്പു, 2 കഷ്ണം തക്കോലം, പിന്നെ 5-6 കുരുമുളക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരി അളന്ന അതേ പാത്രം, ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആ വെള്ളം വെറുതെ പച്ചവെള്ളമാണ്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് വേണം ചോറിന്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി എസൻസ് ഉള്ളവർക്ക് അതും 2 തുള്ളി ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളക്കണ വരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. ഞാനിവിടെ വലിയ ചെമ്മീനാണ് 1/2 കിലോ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരി. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിനാഗിരി എടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ചെമ്മീനിൽ ഇത് പിടിക്കാം. നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കണം. എന്നാലേ ചെമ്മീനിൽ ഇത് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. അപ്പം അതിനുവേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ വെള്ളം അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കുറച്ച് നേരം കൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നറുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് അതിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും പാത്രം വെച്ച് മൂടി വയ്ക്കാം.
അപ്പോൾ നമ്മളിവിടെ ചെമ്മീൻ പരട്ടി വെച്ചത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് ചൂടായപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ചെമ്മീൻ ഞാനിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നേരത്തെ ചെമ്മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാത്രം വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാളയിൽ ഉപ്പിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ചെമ്മീനിൽ ഉപ്പ് ചേർത്തുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ, കൂടി പോകരുത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് തക്കാളി വാടണ വരെ വഴറ്റി കൊടുക്കാം. സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മീറ്റ് മസാലപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ഇപ്പൊ പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീനും നമ്മുടെ മസാല കൂടി നന്നായിട്ട് ഇളക്കി നല്ലവണ്ണം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് ഞാൻ സിമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ആയിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട സവാള, കശുവണ്ടി, മുന്തിരി എന്നിവ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കും. നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കരിയണതിന് മുമ്പ് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇത് നമ്മൾ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കോരി എടുക്കണം. ഇവിടെ കശുവണ്ടി വറുത്തിട്ടുണ്ട്, അതും നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ ഇവിടെ മുന്തിരി വറുത്തിട്ടുണ്ട്, നമുക്ക് ഇനി അതും കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ദമ്മിനിടാം. അതിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയറായിട്ട് ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിൽ അടുത്ത ലെയറായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന്റെ മേളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കശുവണ്ടി, മുന്തിരി വിതറി കൊടുക്കുക.
ഇനി അടുത്ത ലെയറായിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചെമ്മീൻ മുഴുവനായിട്ടും ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേളിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ബാക്കി വന്ന സവാള, കശുവണ്ടി, മുന്തിരി എന്നിവ വറുത്ത് വെച്ചതും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ദമ്മിനിടാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പഴയ ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കണം. തീ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.